ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് കളറിലുള്ള ചിക്കൻ പുലാവ് അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആണിത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബ്രോയിലർ ചിക്കൻ അല്ല, ലെഗോണാണ്. അപ്പോൾ ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ബ്രോയിലർ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ലെഗോൺ ആയതുകൊണ്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 4-5 വിസിലടിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഈ ചിക്കൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ചിക്കൻ ആണെങ്കിൽ ഇത്ര വേവിക്കേണ്ടതുള്ളൂ കേട്ടോ. സാധാരണ നമ്മൾ എടുക്കുന്ന ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാനിതൊരു 5 വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പൂർണ്ണമായിട്ടും പോയതിന് ശേഷമാണുള്ളത്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഈ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെള്ളത്തിനകത്താണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലൊരല്പം ഞാൻ ബാക്കിയാക്കിയിട്ടുണ്ട്. വളരെ കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ഞാൻ ഇതിനകത്ത് ബാക്കിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതൊരല്പം കായമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം കൂടുതൽ കായം വേണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഒരു വലിയ സവാള കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 വലിയ തക്കാളി, പിന്നെ ഞാൻ ഒരു 2 വലിയ ടേബിൾ സ്പൂൺ 2.5 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. തൈര് പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് 2.5 ചേർത്തിട്ടുള്ളത്. അപ്പം നല്ല പുളിയുള്ളതാണെങ്കിൽ അത്രയും ചേർക്കണ്ട. പിന്നെ ഒരു 5 വലിയ പച്ചമുളക്, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണിത്. അപ്പോൾ ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു നോർമൽ എരിവാണ് ഉണ്ടാവുക. കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ധാരാളമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ പുതിനയിലയും കൂടെ അരിഞ്ഞെടുത്തത്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്തേക്ക് നമ്മൾ ചിക്കനും ഈ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടും. ഇതാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ ഇതിൽ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കേണ്ട. ഇത്രയും മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് അതിൻ്റെ പ്രഷർ പൂർണ്ണമായിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വേവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിൽ നെയ്ച്ചോറ് വെച്ചിട്ട് അത് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വനസ്പതി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ 1 ലിറ്റർ അരി വെച്ചിട്ടാണ് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ബിരിയാണീൻ്റെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പം ഫ്രൈ ചെയ്തെടുക്കണ്ട എന്നുള്ളവർക്ക് നെയ്ച്ചോറിൽ അങ്ങനെ തന്നെ ചേർക്കുകയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ചേർത്താൽ മതി സവാള. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനോണ്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കരിയാനായിട്ട് വെക്കരുത്. പിന്നെ നമ്മളിത് ബിരിയാണിയിലേക്ക് ഇടുന്ന സമയത്ത് അത് വല്ലാതെ കരിഞ്ഞു പോയിട്ടുണ്ടാവും.
അപ്പോൾ ഇനി നമ്മൾ ആ ബാക്കിയുള്ള നെയ്യിലേക്ക് ഒരു വലിയ കഷ്ണം കറുവപ്പട്ട, ഒരു 4 ഏലക്കായ, അതുപോലെ ഒരു 5-10 ഗ്രാമ്പു. ഞാൻ കുറച്ച് അധികം ഗ്രാമ്പു ചേർക്കാറുണ്ട്. നെയ്ച്ചോറ് വെക്കുമ്പോൾ ഗ്രാമ്പു കൂടുതൽ ചേർക്കുമ്പോൾ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു 4-5 ചേർത്താൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്റർ അരിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ്, അപ്പോൾ അതിലേക്ക് ഞാൻ 2 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. ആ 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ചേർത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്താൽ മതി. ബാക്കി നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് ഞാൻ അരി വേവിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ അരി വേവിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ചോറിന് ഉണ്ടാവുക. നമ്മൾ ഇതിൽ മസാലയൊന്നും ചേർക്കാത്ത ബിരിയാണി ആയതുകൊണ്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച്, ഞാനിപ്പോൾ കായമ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വിസിൽ, കറക്റ്റ് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തേക്കണം. അതല്ല ബസ്മതി അരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളവും പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം വരും. ഞാൻ എടുത്തിട്ടുള്ള അരിൻ്റെതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മാക്കി എടുക്കണം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്നൊരല്പം പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ കൂട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടാവും. അത് സാരമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളീ നെയ്ച്ചോറ് വെച്ചതിന് ഒരല്പം നമുക്ക് കോരി മാറ്റാം. ഒരു പകുതിയോളമൊക്കെ കോരി പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കനും വെന്ത് കഴിഞ്ഞതാണ്, അതുപോലെ നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തതുമാണ്. അപ്പോൾ ഇനി നമ്മളിത് വീണ്ടും ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ, നേരത്തെ നമ്മൾ വെള്ളത്തിൽ ചിക്കൻ വേവിച്ച വെള്ളം ചേർത്തതുകൊണ്ട് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു ബിരിയാണി മസാലേൻ്റെ ഒരു ഗന്ധം നമ്മൾ ഈ ചോറിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റിയിട്ടുള്ള ചോറ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയനും അതുപോലെയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ കുറച്ച് മല്ലിയില വേണമെങ്കിൽ അതുകൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 8 മണിക്കൂർ അങ്ങനെ തന്നെ ഈ ചൂടോടെ തന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതല്ല നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്നുണ്ട് വിളമ്പുന്ന സമയം വരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അതിലേക്ക് ആ ബിരിയാണീൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതൊന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ സമയത്ത് നമുക്കിതൊന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു 1 മണിക്കൂറോളമായിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. ഇത് നല്ലതുപോലെ അതിൻ്റെ ഇപ്പോൾ തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഇളക്കി കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകും. അപ്പം കൂടുതൽ ഈ കുക്കർ വെച്ചിട്ട് തന്നെ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. സ്പൂണൊക്കെ വെച്ച് ഇളക്കുമ്പോൾ ചോറ് നന്നായിട്ട് പൊടി. ഞാനിപ്പോൾ ഇങ്ങനെ ഇളക്കി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ക്യാമറ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ മറിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയതുകൊണ്ട് ചോറ് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ബിരിയാണിക്ക് മഞ്ഞളും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ്. ഇപ്പോൾ ഇതൊരു പുലാവ്
നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ബിരിയാണീനെക്കാട്ടിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. മസാലയും മഞ്ഞളും ഒന്നും ചേർക്കാത്തത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.